Turning our Bibles to book of Matthew chapter 13 verse 44. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിലേക്ക് നമ്മുടെ വേദപുസ്തകത്തെ തുറക്കാം. Again the kingdom of heaven is like unto treasure hid in a field, the which when a man hath found, he hideth, and for joy therefore goeth and selleth all that he hath and buyeth that field. In this chapter we can read about many parables about kingdom of heaven. ഈ അധ്യായത്തിൽ ഉടനീളം സ്വർഗരാജ്യത്തെ സംബന്ധിച്ച പല ഉപമകൾ വായിക്കുവാൻ കഴിയും. Different ways we can enjoy, experience kingdom of heaven. പല വിധങ്ങളിൽ സ്വർഗരാജ്യത്തെ നമുക്ക് അനുഭവിക്കാം, ആസ്വദിക്കാം. God's desire, His people start enjoying, experience in this world itself. ദൈവത്തിന്റെ ആഗ്രഹം എന്തെന്നാൽ തന്റെ ജനം ഇഹത്തിൽ വച്ചു തന്നെ അത് അനുഭവിക്കണം, ആസ്വദിക്കണമെന്നാണ്. Therefore, the kingdom of heaven is like a treasure hidden in a field. ആയതിനാൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യമാണ്. In other words, kingdom of heaven already it is kept in this world. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗരാജ്യം ഇതിനോടകം ഇഹത്തിൽ വച്ചിട്ടുണ്ട്. It is hidden. അത് മറഞ്ഞിരിക്കുന്നു. For a group of people it is revealed. ഒരു കൂട്ടം ജനത്തിനത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. We too understand, experience, to enjoy, go deeper into it and start enjoying that heaven, that treasure now itself. നാമും അതിൽ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ആ സ്വർഗരാജ്യത്തെ ആസ്വദിച്ച് അനുഭവിച്ച് ആഴത്തിൽ അതിനെ ഇപ്പോൾ തന്നെ അനുഭവിക്കണം. It is not something to wait for and get. അത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതല്ല. Now itself we start enjoying or entering into it. ഇപ്പോൾ തന്നെ നാം അത് ആസ്വദിക്കണം, അതിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങണം. It is easily accessible for all. അതെല്ലാവർക്കും നിഷ്പ്രയാസം പ്രവേശിക്കത്തക്കതാണ്. We need not to ascend into heaven to get it. നാം സ്വർഗത്തിലേക്ക് കയറിയത് പ്രാപിക്കേണ്ട. That's why in the book of Romans it is written, need not to ascend into heaven or go down deep anywhere. ആയതുകൊണ്ടാകുന്നു റോമാലേഖനത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോകുകയോ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുകയോ ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. As bird is it nigh our mouth, we can start enjoying everything. വചനം നമ്മുടെ വായ്ക്ക് സമീപമായിരിക്കുന്നു, അതുകൊണ്ട് എപ്പോഴും നമുക്കത് ആസ്വദിപ്പാൻ കഴിയും. In that same way, how word is nigh unto mouth, by speaking the words of faith or calling the name of the Lord, we can start experiencing it. വചനം നമുക്ക് വായ്ക്ക് സമീപമായിരിക്കുന്നത് പോലെ വിശ്വാസവചനം ഉരുവിടുന്നതിലൂടെ ഏറ്റുപറയുന്നതിലൂടെ നമുക്കത് ആസ്വദിപ്പാൻ കഴിയും. When we lose the vision about this heavenly treasure, we fix our eyes upon earthly treasure. സ്വർഗീയ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ളതായ ദർശനം നമുക്ക് നഷ്ടമാകുമ്പോൾ നമ്മുടെ ദർശനം അഥവാ ദൃഷ്ടി ഭൗമികമായ നിക്ഷേപങ്ങളിൽ വയ്ക്കും. Many think treasures in Australia, Canada, New Zealand, in some other countries. ഓസ്ട്രേലിയയിലും കാനഡയിലും ന്യൂസിലൻഡും മറ്റു പല രാജ്യങ്ങളിലും നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് പലരും കരുതുന്നു. And therefore they try to rush there. ആയതുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോകാൻ അവർ ശ്രമിക്കുന്നു. But for God's people, എന്നാൽ ദൈവജനത്തിന് wherever they are, they can enjoy heavenly treasure. അവർ എവിടെയായിരിക്കുന്നു അവിടെ സ്വർഗീയ നിക്ഷേപം അവർക്ക് അനുഭവിപ്പാൻ കഴിയും. These worldly treasures are perishable. ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ നശ്വരമാണ്. It is for a moment. അത് നൈമിഷികമാണ്. It is passing glory. അത് കടന്നു പോകുന്നതായ മഹത്വമാണ്. It is with them today. Next day it will be with someone else. അത് ഇന്ന് നമ്മോടുകൂടെ കാണുമ്പോൾ മറ്റൊരു ദിവസം അടുത്ത ദിവസം ആകുമ്പോൾ മറ്റാരുടെ ഒപ്പമായിരിക്കും. Let us labor for the treasures which is not perishable, which is eternal. നിത്യമായ നശിച്ചു പോകാത്ത നിക്ഷേപത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. Very few started enjoying, experiencing already. ചുരുക്കം പേർ ഇതിനോടകം തന്നെ അത് അനുഭവിച്ച് ആസ്വദിക്കുന്നു. And some others they are going to experience through this Bible study, I believe. മറ്റു ചിലർ ഈ വേദപഠനത്തിലൂടെ ആസ്വദിപ്പാൻ പോകുന്നുവെന്ന് ഞാൻ കരുതുന്നു. These treasures God has kept in field. ഈ നിക്ഷേപം ദൈവം വയലിൽ വച്ചിരിക്കുന്നു. It is hidden. അത് ഒളിഞ്ഞിരിക്കുന്നു. It is for everyone. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. But they must desire it and they must long after it, they must labor for it. പക്ഷേ അവർ അത് ആഗ്രഹിച്ച് കാംക്ഷിച്ച് അത് പ്രാപിക്കേണ്ടതിന് അധ്വാനിക്കണം. So as they start enjoying it, and they will find how great that blessed experience is. അവർ അത് അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ എത്ര ഭാഗ്യകരമായ അനുഭവമാകുന്നു അതൊന്നും മനസ്സിലാക്കുവാൻ കഴിയും. These treasures they can't experiencing in heaven. ഈ നിക്ഷേപത്തെ സ്വർഗത്തിൽ അവർക്ക് അനുഭവിപ്പാൻ സാധ്യമല്ല. And it is given in this world to experience.
in advance. ഈ ലോകത്തിൽ മുന്നമേ തന്നെ അനുഭവിക്കേണ്ടതിനായിട്ട് അത് നൽകപ്പെട്ടിരിക്കുന്നു. First of all, riches of his grace, ഒന്നാമത് അവന്റെ കൃപയുടെ ധനം, or treasures of his grace. അല്ലെങ്കിൽ അവന്റെ കൃപയുടെ നിക്ഷേപം. What is grace? കൃപ എന്താണ്? That which is given for the person who is not worthy to enjoy. ആസ്വദിപ്പാൻ യോഗ്യതയില്ലാത്ത വ്യക്തിക്ക് നൽകുന്നതായ ഒന്നാണ് കൃപ. We are not worthy for so many blessings. അനേക അനുഗ്രഹങ്ങൾക്ക് നാം യോഗ്യരല്ല. But for us which is given, word of God called it as a grace. എന്നാൽ നമുക്കത് നൽകപ്പെട്ടിരിക്കുന്നു. തിരുവചനം അതിനെ കൃപയെന്ന് വിളിക്കുന്നു. In Ephesians chapter 1 verse 7 when we read, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, in whom we have redemption through his blood, the forgiveness of sins according to the riches of his grace. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. The riches of his grace God is given through his blood. അവന്റെ രക്തത്തിലൂടെ അവന്റെ കൃപാധനം ദൈവം നമുക്ക് തന്നു. In this world only we can experience that redemption ഈ ലോകത്തിൽ മാത്രമാകുന്നു നമുക്ക് വീണ്ടെടുപ്പ് അനുഭവിപ്പാൻ കഴിയുന്നത്, or salvation അല്ലെങ്കിൽ രക്ഷ, and repentance. മാനസാന്തരം. This experience available only here in this world. ഈ അനുഭവങ്ങൾ ഈ ലോകത്തിൽ മാത്രമേ Blood ലഭ്യമായിട്ടുള്ളൂ. of Jesus will be available in heaven, സ്വർഗത്തിൽ യേശുവിന്റെ രക്തം ലഭ്യമാണ്. but after going there we can't find salvation or redemption or deliverance. എന്നാൽ അവിടെ പോയതിനു ശേഷം നമുക്ക് വീണ്ടെടുപ്പോ രക്ഷയോ വിടുതലോ പ്രാപ്യമല്ല. That treasure, that redemption treasure, it is kept in this world. ആ വീണ്ടെടുപ്പിന്റെ നിക്ഷേപം ഇഹത്തിൽ വച്ചിരിക്കുന്നു. Many they found already. പലരും ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞു. Many they are receiving in these days. പലരും ഈ നാളുകളിൽ അത് പ്രാപിക്കുന്നു. In Ephesians chapter 2 verse 5 when we read, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, we were dead in sins and trespasses. നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. He hath quickened us together with Christ. By grace ye are saved. നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നാം We രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. were in a dead condition, നാം മരിച്ച അവസ്ഥയിലായിരുന്നു, hopeless condition. ആശയറ്റ നിലയിലായിരുന്നു. From there he has quickened us. അവിടുന്ന് അവൻ നമ്മെ ജീവിപ്പിച്ചു. By his grace we are saved. അവന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. This salvation, the treasure we found, therefore we are in the presence of God. ഈ രക്ഷ, ആ നിക്ഷേപം നാം കണ്ടെത്തിയത് കൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നു. One side blood of Jesus, ഒരു വശത്ത് യേശുവിന്റെ രക്തം, one side grace of God. മറുവശത്ത് ദൈവകൃപയും. We believe that, നാം അത് വിശ്വസിച്ചു. thus we got this precious salvation. അങ്ങനെ നാം ഈ വിലയേറിയ രക്ഷ പ്രാപിച്ചു. Many they are trying to get salvation. പലരും രക്ഷ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു. They are trying to running from post to pillars. അവർ അങ്ങുമിങ്ങും തലങ്ങും വിലങ്ങും ഓടുന്നു. They go to holy pilgrimage. അവർ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു. They give much alms അധികം അവർ ഭിക്ഷ കൊടുക്കുന്നു. and they do their level best in helping others doing good works. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ അനവധി ആളുകളെ അവർ സഹായിക്കുന്നു. But they don't find salvation. പക്ഷേ ഇവർ രക്ഷ കണ്ടെത്തുന്നില്ല. They count their fate is like that. They can't experience any deliverance in life. അവരുടെ വിധി അങ്ങനെ ആയിപ്പോയി, ഒരിക്കലും വിടുതൽ പ്രാപിക്കാൻ സാധ്യമല്ലെന്ന് അവർ എണ്ണുന്നു. But those who believe Jesus, എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്കോ unto them this grace or this treasure is revealed. അവർക്ക് ഈ കൃപ, ഈ നിക്ഷേപം നൽകപ്പെടുന്നു. Though outwardly it is not seen, പുറമേ അത് കാണുന്നില്ലെങ്കിലും but by our soul we have experienced. നമ്മുടെ ആത്മാവിൽ അത് അനുഭവിപ്പാൻ കഴിയും. In our spirit we have experienced. നമ്മുടെ പ്രാണനിൽ, ദേഹിയിൽ അനുഭവിപ്പാൻ Even in കഴിയും. our body we have experienced. നമ്മുടെ ശരീരത്തിൽ അത് അനുഭവിപ്പാൻ Now കഴിയും. we can boldly say, by the grace of God, I am what I am. ഇപ്പോൾ നമുക്ക് ധൈര്യമായി പറയാം, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നുവെന്ന്. And I am justified by his grace. ഞാൻ അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. Yes, his grace manifests towards my life. Therefore, I was a sinner, but now I am a child of God. I am a saint. എന്റെ ജീവിതത്തിൽ അവന്റെ കൃപ വെളിപ്പെട്ടു. ഞാൻ പാപിയായിരുന്നു, ഇപ്പോഴോ ഞാൻ ദൈവവൈതലായി ജീവിക്കുന്നു. Many, they could not believe their sins are forgiven. പലർക്കും അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. And they are trying their level best. അവർ പരമാവധി പരിശ്രമിക്കുന്നു. But their burden of sin pressing them down. പക്ഷേ അവരുടെ പാപത്തിന്റെ ഭാരം അവരെ താഴ്ത്തിക്കളയുന്നു. Why? എന്തുകൊണ്ട്? That saving grace or the treasure of grace given not unto കൃപ, them. ആ രക്ഷാകരമായ കൃപ, ആ കൃപയുടെ നിശ്ചയം അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. But we could believe. നമുക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞു. That's why we are in the presence of God. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നു. I confess my sin. ഞാൻ എന്റെ പാപം ഏറ്റുപറഞ്ഞു. He forgiven me. അവൻ എന്നോട് ക്ഷമിച്ചു. Washed my sins through his blood. തന്റെ രക്തത്തിലൂടെ എന്റെ പാപങ്ങളെ കഴുകി. Yes, that grace revealed in my life. അതേ ആ കൃപ എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. How many of us can say, yes, I truly found the treasure, the riches of grace in my life? Shout an hallelujah. എത്ര പേർക്ക് അതേ ആ കൃപയുടെ ധനം യഥാർത്ഥമായി എന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് പറയുവാൻ കഴിയും? അവർ ഹല്ലേലൂയ മുഴക്കാം. Hallelujah. Second, രണ്ടാമതായി,
riches of his mercy അവന്റെ കരുണയുടെ ധനം or treasure of his mercy. അല്ലെങ്കിൽ അവന്റെ കരുണയുടെ നിക്ഷേപം. In Ephesians chapter 2 verse 4 when we read, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ വായിക്കുമ്പോൾ, God who rich in mercy for his great love wherewith he loved us. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. What is mercy? കരുണ എന്താണ്? It is holding back what we supposed to get and holding back that thing that is mercy. എന്ത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്നുവോ ആ കാര്യത്തെ നമുക്ക് വരാതെ വണ്ണം പിൻവാങ്ങിക്കുന്നത്, മാറ്റുന്നതാകുന്നു കരുണ. We are worthy for hellfire, നാം നരകാഗ്നിക്ക് യോഗ്യരായിരുന്നു. punishment, ശിക്ഷയ്ക്ക്, shame, ലജ്ജയ്ക്ക്, reproach, നിന്ദയ്ക്ക്, condemnation, ശിക്ഷാവിധിക്ക്, rejection. തള്ളപ്പെടലിന്. Like that, for so many things we are worthy. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നാം യോഗ്യരായിരുന്നു. That thing is not given to us. അത് നമുക്ക് നൽകപ്പെട്ടില്ല. That is God's mercy. അതാവുന്നു ദൈവകരുണ. Yes, God dealt with us as a God of rich in mercy or having treasure of his mercy. കരുണാസമ്പന്നനായ ദൈവമായി അല്ലെങ്കിൽ കരുണയുടെ നിക്ഷേപമായി ദൈവം നമ്മോട് ഇടപെട്ടു. Therefore, turning to book of Ephesians chapter 2, ആയതുകൊണ്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ here St. Paul beautifully describes this. ഇവിടെ വിശുദ്ധ പൗലോസ് മനോഹരമായി ഇത് ഭംഗ്യന്തരേണ അവതരിപ്പിച്ചിരിക്കുന്നു. You hath he quickened who were dead in trespasses and sins, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. wherein time past ye walked according to the course of this world, according to the prince of the power of the air, the spirit now worketh in the children of disobedience. ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. Yes, in time past we walked in this way, മുമ്പേ നാം ഈ നിലയിൽ ജീവിച്ചു. according to the prince of the power of the air, the spirit now that worketh in the children of disobedience. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്നവനും അധിപതിയായവനെ അനുസരിച്ച്. Among whom also we all had our conversation in time past in the lust of the flesh, fulfilling the desire of the flesh and of the mind, and were by nature the children of wrath, even as others. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. There was no difference between we and they. നാമും അവരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലായിരുന്നു. We had the same type of sin, same amount of sin in our life. നമുക്കും അതേ വിധത്തിലുള്ള അതേ അളവിലുള്ള പാപം നമ്മിലുണ്ടായിരുന്നു. We were increasing our sins day after day. അനുദിനവും നമ്മുടെ പാപത്തെ നാം പെരുക്കിക്കൊണ്ടിരുന്നു. As a children of wrath we lived in this world. നാം കോപത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ചു. Fulfilling the desire of the flesh, ജഡത്തിന് മോഹം നിവർത്തിച്ചുകൊണ്ട്, and of the mind, മനസ്സിന്റെ വികാരത്തിനൊപ്പം. as a children of wrath we lived in this world. നാം കോപത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ചു. But that wrath was not revealed. പക്ഷേ ആ കോപം വെളിപ്പെട്ടില്ല. That destruction did not come upon us. ആ നാശം നമ്മുടെ മേൽ വന്നില്ല. Our judgment did not happen to our lives. ന്യായവിധി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. Why? എന്തുകൊണ്ട്? The treasure of mercy he opened towards. ആ കരുണയുടെ നിക്ഷേപം അവൻ നമുക്കായി തുറന്നു. Because we have been seen literally, we don't praise God for that. അക്ഷരികമായി നാം അത് കാണാത്തത് കൊണ്ട് ദൈവത്തെ നാം അതിന് സ്തുതിക്കുന്നില്ല. We don't think about that much. അതിനെക്കുറിച്ച് അധികം നാം ചിന്തിക്കുന്നില്ല. If it is literally appeared, അക്ഷരികമായത് പ്രത്യക്ഷമായെങ്കിൽ, because of this treasure of mercy, you are saved all the day long, all the life long, we would be praising God. ഈ കരുണയുടെ നിക്ഷേപ മുഖാന്തരം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് അതിൽ അക്ഷരികമായി വെളിപ്പെട്ടിരുന്നെങ്കിൽ ആയുഷ്കാലം മുഴുവനും ദൈവത്തെ നാം സ്തുതിച്ചേനെ. In the book of John the Gospel chapter 6 verse 63 when we read, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, the words that I spake unto you, they are spirit and life. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. Yes, he gave life. അതേ അവൻ നമുക്ക് ജീവൻ തന്നു. Whatever he spake to us, that was full of life. അവൻ നമ്മോട് എന്ത് സംസാരിച്ചോ അത് ജീവനാൽ നിറഞ്ഞതാണ്. Devil was trying to condemning us and to kill us. പിശാച് നമ്മെ കുറ്റം വിധിക്കുവാൻ കൊല്ലുവാൻ ശ്രമിച്ചു. But Jesus, as a treasure of mercy, appeared in our life to give us life. Instead of death, he gave us life. എന്നാൽ യേശുവോ കരുണയുടെ നിക്ഷേപമായി നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷനായി മരണത്തിന് പകരം നമുക്ക് ജീവനെ തന്നു. Devil tried to give death. പിശാച് മരണം തരുവാൻ ശ്രമിച്ചു. But Jesus spake to us and he gave life. എങ്കിലുമോ യേശു നമ്മോട് സംസാരിച്ചു, നമുക്ക് ജീവൻ തന്നു. In John the Gospel chapter 5 verse 24 when we read, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, Verily, verily I say unto you, he that heareth my word and believeth on him that sent me hath everlasting life, and he shall not come into condemnation, but is passed from death
into life. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. We were worthy of condemnation. നാം ശിക്ഷാവിധിക്ക് We യോഗ്യരായിരുന്നു. were worthy of death. നാം മരണത്തിന് But യോഗ്യരായിരുന്നു. we believed നാം വിശ്വസിച്ചു, and we surrendered to that word. നാം വചനത്തിന് നമ്മെ സമർപ്പിച്ചു. We passed from death to life, നാം മരണം വിട്ട് ജീവനിൽ കടന്നു. from condemnation to life eternal. ന്യായവിധിയിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് കടന്നു. Yes, the treasure also that only could experience in this earth. ഈ ലോകത്തിലും നമുക്ക് ആ നിക്ഷേപം അനുഭവിപ്പാൻ കഴിയും. When we go to heaven, സ്വർഗത്തിൽ നാം പോകുമ്പോൾ this treasure of mercy we can't enjoy. കരുണയുടെ നിക്ഷേപം അവിടെ അനുഭവിപ്പാൻ സാധ്യമല്ല. Because already it is stored in this well. എന്തുകൊണ്ടെന്നാൽ ഇതിനോടകം ഈ ലോകത്തിൽ സംഭരിച്ചിരിക്കുന്നു. There only those who worthy for life go will. ജീവന് യോഗ്യരായവർ മാത്രം അവിടെ പോകും. Those who are worthy for death, they won't enter into heaven. മരണത്തിന് യോഗ്യരായവർ സ്വർഗത്തിൽ കടക്കയില്ല. Those who are worthy of death, they will directly go to hell. മരണത്തിന് യോഗ്യരായവർ നേരിട്ട് നരകത്തിൽ പോകും. So that riches of mercy, it won't work in heaven. ആയതുകൊണ്ട് കരുണയുടെ സമ്പന്നത സ്വർഗത്തിൽ ക്രിയ ചെയ്യുകയില്ല. And now we are enjoying. For that we have to praise God. ഇപ്പോൾ നാം അത് അനുഭവിക്കുന്നു. അതിന് ദൈവത്തെ നാം സ്തുതിക്കണം. Yes, those who enjoying, experiencing the riches of mercy or treasure of mercy, shout and hallelujah. കരുണയുടെ സമ്പന്നത നിക്ഷേപം അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ മുഴക്കാം. Hallelujah. Thirdly, മൂന്നാമതായി riches of his goodness അവന്റെ നന്മയുടെ ധനം or God's kindness. അല്ലെങ്കിൽ ദൈവത്തിന്റെ ദയ. Romans chapter 2 verse 4 when we read, റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ here St. Paul explains about riches of his goodness. അവന്റെ നന്മയുടെ ധനത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു. 2:4 or despise thou the riches of his goodness? Are you despising God's goodness? ദൈവത്തിന്റെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ? The goodness of God leadeth thee to repentance. ദൈവത്തിന്റെ നന്മ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. Goodness, abundance of goodness he gives day after day. അനുദിനവും ദൈവത്തിന്റെ നന്മയുള്ള സമൃദ്ധി ദൈവം തരുന്നു. Why he gives goodness? എന്തുകൊണ്ട് ദൈവം നന്മ തരുന്നു? To see his kind heart, അവന്റെ ദയയുള്ള ഹൃദയം കാണേണ്ടതിന്, or to understand his love, അവന്റെ സ്നേഹം മനസ്സിലാക്കേണ്ടതിന്, to understand his care. അവന്റെ കരുതൽ അറിയേണ്ടതിന്. But behind that, എന്നാൽ അതിന്റെ പിന്നിൽ that leads us to repentance. അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. When small errors, shortcomings, failures happens in our life, ചെറിയ തെറ്റുകുറ്റങ്ങൾ, തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ he leads to repentance. അവൻ നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. He convicts us. അവൻ നമ്മെ ബോധം വരുത്തുന്നു. After salvation, രക്ഷയ്ക്ക് ശേഷം, after baptism, ജലസ്നാനത്തിന് ശേഷം, and all of a sudden we don't become perfect. പൊടുന്നനെ നാം പൂർണ്ണരാകുന്നില്ല. Because we are here down in this well, എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ നാം we are ആയിരിക്കുന്നല്ലോ, living in this body, നാം ഈ ശരീരത്തിൽ ജീവിക്കുന്നു, we are living the filthy world. നാം മലിനമായ ലോകത്തിൽ ജീവിക്കുന്നു. Many shortcomings, failures comes. പല കുറവുകളും തോൽവികളും വരുന്നു. But every now and then, എങ്കിലും അടിക്കടി instead of punishing us, നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം what he does, അവൻ എന്ത് ചെയ്യുന്നു? he loadeth us with benefits. അവൻ നന്മകളാൽ നമ്മെ നിറയ്ക്കുന്നു. What we think, നാം എന്ത് കരുതുന്നു? I am doing errors, shortcoming, or my life is not fit, but I am getting all these blessings. That's why God is winked at it. നാം തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ തോൽവികൾ എന്നിൽ വരുന്നു, എന്നിട്ടും ഈ നന്മ എനിക്ക് ലഭിക്കുന്നല്ലോ, ദൈവം കണ്ണടച്ച് കളഞ്ഞിരിക്കുന്നു. Many are, when they do blunders, they get increment, promotion, and they good honor and everything. പലർക്കും അവർ അബദ്ധങ്ങൾ ചെയ്യുന്നുവെങ്കിലും സ്ഥാനക്കയറ്റവും ജോലിയിൽ ഉയർച്ചയും ശമ്പളവർദ്ധനവും നല്ല ബഹുമാനവും ആദരവും ഒക്കെ ലഭിക്കുന്നു. So what Christians think? ക്രിസ്ത്യാനികൾ എന്ത് കരുതുന്നു? God is winked at. ദൈവം കണ്ണടച്ച് കളയുന്നു. And he never counted my fault. ഒരിക്കലും എന്റെ തെറ്റിനെ അവൻ എണ്ണുന്നില്ല. I am doing mistake. I am getting promotion. ഞാൻ തെറ്റുകൾ ചെയ്യുന്നെങ്കിലും ഉയർച്ച I ലഭിക്കുന്നല്ലോ, am getting honor. എനിക്ക് മാനം ലഭിക്കുന്നു, I am blessed. ഞാൻ I am അനുഗ്രഹിക്കപ്പെട്ടു, having good health, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, good family, നല്ല കുടുംബം, good finance. നല്ല ധനം. Like others, I am not in trouble. മറ്റുള്ളവരെ പോലെ ഞാൻ കഷ്ടത്തിലാകുന്നില്ല. See, God's goodness is with me. നോക്കുക, ദൈവത്തിന്റെ നന്മ എന്നിലുണ്ട്, God's blessing is with me. ദൈവത്തിന്റെ അനുഗ്രഹം എന്നിലുണ്ട്. But why God gives goodness? എന്തുകൊണ്ട് ദൈവം നന്മ തരുന്നു? It leadeth us to repentance. അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. The riches of his goodness, it is given to us that we may repent and come to Christ, understanding his great love towards us. Instead of punishing me, he is blessing me. I should be faithful to God. ദൈവം നമ്മെ ശിക്ഷിക്കാതെ ദൈവം നമ്മോട് കരുണ കാണിച്ച് നമ്മെ നടത്തുന്നു എന്ന ദൈവത്തെ മനസ്സിലാക്കേണ്ടതിന് അവന്റെ കരുണയുടെ
അവന്റെ ആ നന്മയുടെ ഐശ്വര്യത്തെ ദൈവം അനുദിനവും നമുക്ക് തരികയാണ്. In 2 Peter chapter 3 verse 15 when we read, 2 പത്രോസ് 3-15 വാക്യം വായിക്കുമ്പോൾ, that's why St. Peter says, അതുകൊണ്ട് വിശുദ്ധ പത്രോസ് പറയുമ്പോൾ, accounting the long suffering of the Lord is salvation. ദൈവത്തിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. For our salvation, he visits. For our restoration, he waits and waits. നമ്മുടെ രക്ഷയ്ക്കായി അവൻ നമ്മെ സന്ദർശിക്കുന്നു, യഥാസ്ഥാനത്വത്തിനായിട്ടോ അവൻ കാത്തുകാത്തിരിക്കുന്നു. Because of his riches of his goodness, and he is patiently giving us good things and trying to lead us to repentance. അവന്റെ നന്മയുടെ ഐശ്വര്യം നിമിത്തമായിട്ട് നന്മ നമുക്ക് തന്നുകൊണ്ട് നമ്മെ മാനസാന്തരത്തിലേക്ക് നടത്തേണ്ടതിന് അവൻ കാത്തിരിക്കുന്നു. Because he is good God. അവൻ നല്ലവനായ He can't ദൈവമാകയാൽ do evil. അവൻ ദോഷം ചെയ്യുന്നില്ല. All good things are coming from heaven. സകല നന്മകളും അവന്റെ പക്കൽ നിന്ന് വരുന്നു. So he gives good things to lead us to repentance. ആയതുകൊണ്ട് നമ്മെ മാനസാന്തരത്തിൽ നടത്തേണ്ടതിനായിട്ട് നന്മ അവൻ തരുന്നു. Fourthly, നാലാമതായി treasure of his wisdom. അവന്റെ ജ്ഞാനത്തിന്റെ നിക്ഷേപം. In Colossians chapter 2 verse 3 when we read, കൊലോസ്യലേഖനം 2-ാം വാക്യം വായിക്കുമ്പോൾ, here St. Paul speaks about treasure of his wisdom. ഇവിടെ അവന്റെ ജ്ഞാനത്തിന്റെ നിക്ഷേപത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു. 2nd chapter 3rd verse, in whom are hid all the treasures of wisdom and knowledge. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. In 1 Corinthians chapter 2 verse 6 when we read, 1 കൊരിന്ത്യർ 2-ാം വാക്യം വായിക്കുമ്പോൾ, we speak wisdom among them that are perfect. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. Not the wisdom of this world, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, nor of the princes of this world, no, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, that they come to naught. We speak the wisdom of God in as mystery, even the hidden wisdom. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ ദേശത്തിനെ മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. Here he speaks about hidden wisdom. ഇവിടെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ അവൻ സംസാരിക്കുന്നു. God's hidden wisdom, God has given as a treasure. ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തെ ദൈവം നമുക്ക് നിക്ഷേപമായി തന്നിരിക്കുന്നു. And it was from before the foundation of the world. അത് ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. God has ordained for our glory. നമ്മുടെ തേജസ്സിനായ ദൈവം മുൻ നിയമിച്ചു. Princes of this world knew not. ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞില്ല. If they had known it, they would have not crucified the Lord of glory. അവർ അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. But unto us it is revealed through his spirit. എങ്കിലും തന്റെ ആത്മാവിലൂടെ നമുക്കത് വെളിപ്പെടുത്തപ്പെട്ടു. That's why it is written, eye hath not seen, ear heard, neither have entered into the hearts of men, that the things which God hath prepared for them that love him. ആയതുകൊണ്ട് ഇവണ്ണം എഴുതിയിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. When we go to heaven, നാം സ്വർഗത്തിൽ പോകുമ്പോൾ it will not be as a mystery, അതൊരു മർമ്മമായിരിക്കയില്ല, it will be open to everyone. അതെല്ലാവർക്കും പരസ്യമായിരിക്കും. What God has prepared before the foundation of the world, in latter eternity, it will be open to all those who possess Zion and Jerusalem. ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം എന്ത് മനുഷ്യൻ ഇവിടെ ഒരുക്കിയിരുന്നുവോ അത് അനന്ത നിത്യതയിൽ ചെല്ലുമ്പോൾ അസിയോനിലും യെരൂശലേമിലും കടന്നു ചെല്ലുന്നവർക്കെല്ലാം പരസ്യമായി വെളിപ്പെടുത്തപ്പെടും. But now it is a mystery, but it is a treasure. എന്നാൽ ഇപ്പോൾ അതൊരു മർമ്മമാണ്, അതൊരു നിക്ഷേപമാണ്. But day after day, എന്നാൽ അനുദിനവും through his spirit, തന്റെ ആത്മാവിലൂടെ, through his saints, തന്റെ വിശുദ്ധന്മാരിലൂടെ God reveals us. ദൈവം നമുക്ക് When വെളിപ്പെടുത്തുന്നു. we understand, നാം മനസ്സിലാക്കുമ്പോൾ as if we are entering into treasure field itself, we feel pleasure. നാം നിക്ഷേപ വയലിലേക്ക് പ്രവേശിക്കുന്ന പോലെ നമുക്കത് തോന്നും. Christ himself is that wisdom. ക്രിസ്തു തന്നെ ആ ജ്ഞാനമാണ്. And that heavenly blessings, what he has prepared, that is God's wisdom. ദൈവം നമുക്കായി ഒരുക്കിയിരുന്ന സ്വർഗീയമായ ആ അനുഗ്രഹങ്ങളാകുന്നു ദൈവിക നിക്ഷേപം. Yes, that treasure also God has given to us. ആ നിക്ഷേപവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. Fifthly, അഞ്ചാമതായി, in him all treasures of knowledge also there. അവനിൽ സകല ജ്ഞാനത്തിന്റെയും നിക്ഷേപമുണ്ട്. That treasure also God has kept for his children. ആ നിക്ഷേപവും ദൈവം തന്റെ മക്കൾക്ക് വച്ചിരിക്കുന്നു. Treasure of wisdom, ജ്ഞാനത്തിന്റെ നിക്ഷേപം, or riches of wisdom, ജ്ഞാനത്തിന്റെ ധനം, treasure of knowledge. പരിജ്ഞാനത്തിന്റേതായ നിക്ഷേപം. In Colossians chapter 2 verse 3 when we read, കൊലോസ്യലേഖനം 2-ാം വാക്യം വായിക്കുമ്പോൾ, in whom are hid all the treasures of wisdom and knowledge. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. That knowledge when comes to us, ആ പരിജ്ഞാനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ that helps us to keep our lives pure day after day. നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നിർമ്മലമായി സൂക്ഷിപ്പാൻ അത് സഹായിക്കും. If the knowledge missing, ആ പരിജ്ഞാനമില്ലെങ്കിൽ they can't keep their lives pure. അവർക്ക് ജീവിതത്തെ നിർമ്മലതയിൽ സൂക്ഷിപ്പാൻ സാധ്യമല്ല. How we keep our lives pure?
നമ്മുടെ ജീവിതം എങ്ങനെ വിശുദ്ധിയിൽ സൂക്ഷിക്കാം? By having that knowledge. ആ പരിജ്ഞാനം It ഉണ്ടായിരിക്കുന്നതിലൂടെ is how much we get that wisdom, എത്ര കണ്ടാ ജ്ഞാനം നാം പ്രാപിക്കുന്നുവോ that much more we will sanctify ourselves. അത്രയധികമായി നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധീകരിക്കും. That much more our life will be pure. അത്രയധികം നമ്മുടെ ജീവിതം നിർമ്മലമാകും. That's why in 2 Peter chapter 2 verse 20 when we read, ആയതുകൊണ്ട് 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, for if after they have escaped the pollutions of the world through the knowledge of the Lord and Savior Jesus Christ. കർത്താവും രക്ഷിതാവും യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. Yes. How they escaped from the pollutions of this world? എപ്രകാരം ലോകത്തിന്റെ മാലിന്യം വിട്ടവർ ഓടി? Through the knowledge of Christ Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. In Philippians chapter 3 verse 8 when we read, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ what St. Paul says? വിശുദ്ധ പൗലോസ് എന്ത് പറയുന്നു? I count all things but loss for the excellency of the knowledge of Jesus Christ my Lord. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. This world is nothing for me. ഈ ലോകം എനിക്ക് ഏതുമില്ല. I am suffering the loss of all things. Do count them but dung that I may win Christ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനോ ഇപ്പോൾ എല്ലാം ചപ്പും ചവറും ഛേദമെന്നും എണ്ണുന്നു. One side, through this knowledge, we will sanctify ourselves. ഒരു വശത്ത് ഈ പരിജ്ഞാനത്താൽ നമ്മെ നാം വിശുദ്ധീകരിക്കും. We will escape from the pollutions of the world, corruptions of the world. ഈ ലോകത്തിന്റെ മാലിന്യം വിട്ട് നാം ഓടും. Another side, മറുവശത്ത് to win Christ, we will have a vision. Therefore, we simply reject everything and we will run our race visionfully. ക്രിസ്തുവിനെ നേടേണ്ടതിനൊരു ദർശനം നമുക്കുള്ളതുകൊണ്ട് ഈ ലോകത്തിലെ സകലതും ചവറന്ന് എണ്ണിക്കൊണ്ട് നാം ഓടും. See, this treasure also in this world only. നോക്കുക, ഈ നിക്ഷേപവും ഈ ലോകത്തിൽ തന്നെയാണ്. And this treasure, when we enjoy, ഈ നിക്ഷേപം നാം ആസ്വദിക്കുമ്പോൾ we are getting ready for get Jesus. യേശുവിനെ നേടുവാൻ നാം ഒരുങ്ങിയിരിക്കും. Once we get into heaven, ഒരിക്കൽ സ്വർഗത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ after that there is no need of put away all filthiness of this world. അതിനുശേഷം ഈ ലോകത്തിന്റെ മാലിന്യങ്ങളെ ഉരിഞ്ഞു കളയേണ്ട ആവശ്യമില്ല. Or to escape from the pollutions of the world, we need not to try. ഈ ലോകത്തിലെ മാലിന്യം വിട്ട് ഓടുവാൻ ശ്രമിക്കേണ്ട Or to ആവശ്യമില്ല. win Christ, we need not to labor. ക്രിസ്തുവിനെ നേടേണ്ടതിന് പിന്നെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. Because already that knowledge only, we did everything and we entered into heaven. എന്തുകൊണ്ടെന്നാൽ ആ പരിജ്ഞാനത്താൽ ഇതിനോടകം എല്ലാം ചെയ്ത് സ്വർഗത്തിൽ കടന്നിരിക്കുന്നു. Some other treasures also there മറ്റു ചില നിക്ഷേപങ്ങളുമുണ്ട്. are riches of his forbearance or his patience. അവന്റെ ദീർഘക്ഷമയുടേതായ നിക്ഷേപം. In Romans chapter 2 verse 4 when we read, റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, here in this verse 3 types it is written. ഇവിടെ 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. 2:4 when we read, 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, the treasure of forbearance and long suffering, അവന്റെ ദയയുടെയും ദീർഘക്ഷാന്തിയുടെയും നിക്ഷേപം. riches of his goodness, അവന്റെ forbearance and long suffering. അവന്റെ നന്മയുടെ ഐശ്വര്യം, അവന്റെ ദയയുടെ ഐശ്വര്യം, ക്ഷമയുടെ ഐശ്വര്യം. God is patient. ദൈവം ക്ഷമയുള്ളവനാണ്. Now everyone, despite of religion, creed and color, gender, all experiencing this treasure. ഇപ്പോൾ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും തന്നെ ഈ നിക്ഷേപത്തെ അനുഭവിക്കുന്നു. God is very patient. ദൈവം വളരെ ദീർഘക്ഷമയുള്ളവൻ, Very patient. വളരെ ക്ഷമയുള്ളവൻ, Very patient. വളരെ ക്ഷമയുള്ളവൻ. He's waiting. അവൻ കാത്തിരിക്കുന്നു. Waiting. അവൻ കാത്തിരിക്കുന്നു. He's not slack concerning his promise. തന്റെ വാഗ്ദത്തത്തെ സംബന്ധിച്ച് അവൻ മന്ദതയുള്ളവനല്ല. As some men count slackness, but is long suffering to usward, not willing that any should perish, but all should come to repentance. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, രക്ഷ പ്രാപിക്കേണ്ടതിന് അവൻ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. This treasure of long suffering, it's revealed unto all for some time. അല്പകാലത്തേക്ക് ദീർഘക്ഷമയുടെ ഐശ്വര്യം എല്ലാവർക്കും ദൈവം For വെളിപ്പെടുത്തിയിരിക്കുന്നു. some 30 years, for some 40 years, for some 70 years. ചിലർക്ക് 30 വർഷം, ചിലർക്ക് 40 വർഷം, ചിലർക്ക് 70 വർഷം. We call it as a door of grace. നാം അതിന് കൃപയുടെ വാതിലെന്ന് വിളിക്കുന്നു. For them, sometime the door of grace is open. അവർക്ക് അല്പനാളത്തേക്ക് കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നു. He's very patient, very patient. അവൻ വളരെ ക്ഷമയുള്ളവനായി ക്ഷമയോടെ ഇരിക്കുന്നു. Despite of their immoral life, അവരുടെ അധാർമിക ജീവിതം കണക്കിടാതെ God is waiting. ദൈവം കാത്തിരിക്കുന്നു. What they think? അവരെന്ത് കരുതുന്നു? God is slack concerning his promise. ദൈവം തന്റെ വാഗ്ദത്തത്തെ സംബന്ധിച്ച് മന്ദതയുള്ളവനാണ്. But he is not slack. പക്ഷെ അവൻ മന്ദതയുള്ളവനല്ല. He is long suffering to usward. അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. And he is very patient. അവൻ വളരെ ക്ഷമയോടിരിക്കുന്നു. What he says? അവൻ എന്ത് പറയുന്നു? Be watchful and strengthen the things which are remain. Revelation chapter 3 verse 2 and 3 when we read.
വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കും. Be watchful and strengthen the things which remain, that ye are ready to die. For I have not found thy works perfect before God. Be watchful and strengthen the things which remain that are ready to die, for I have not found thy works perfect before God. Remember therefore how thou hast received and heard, and hold fast and repent. If therefore thou shalt not watch, I will come on thee as a thief, and thou shalt not know what hour I will come upon thee. Another thing is riches of his long suffering, മറ്റൊരു കാര്യം അവന്റെ ദീർഘക്ഷമയുടെ ഐശ്വര്യം, riches of his forbearance, riches of his long suffering. അവന്റെ ദയയുടെ ക്ഷമയുടെ ഐശ്വര്യം, ദീർഘക്ഷാന്തിയുടെ ഐശ്വര്യം. Therefore he forgive and forget. ആയതുകൊണ്ട് അവൻ ക്ഷമിക്കുന്നു, മറക്കുന്നു. What he says, അവൻ എന്ത് പറയുന്നു? let the unjust be unjust still. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ. He that is filthy, let him be filthy still. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. His long suffering is toward Satan also. പിശാചിനോട് അവന് ദീർഘക്ഷാന്തിയുണ്ട്. And what he says, അവൻ എന്ത് പറയുന്നു? you are doing all mischief, നീ എല്ലാ മോശമായ പ്രവൃത്തിയും ചെയ്യുന്നു, do it. നീ അത് ചെയ്തോളൂ. How long you will do it? എത്ര മാത്രം ചെയ്യാമോ? How many years you will do it? എത്ര വർഷം ചെയ്യാമോ? You do it. നീ ചെയ്തു കൊള്ളുക. Final verdict is with me. ഒടുവിൽ ആ ശിക്ഷ വിധിക്കൽ എനിക്കുള്ളതാണ്. I am the final judge. ഞാനാകുന്നു അന്തിമ ന്യായാധിപൻ. If you do good, നീ നന്മ ചെയ്താൽ good is there. Blessing is there. അനുഗ്രഹമുണ്ട്. He that is holy, let him be holy still. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. He that is righteous, let him be righteous still. നീതി ചെയ്തവൻ ഇനിയും നീതി ചെയ്യട്ടെ. He is very long suffering. അവൻ ദീർഘക്ഷാന്തിയുള്ളവനായി. That is also a treasure works. അതൊരു നിക്ഷേപമാണ്. Dear brother, dear sister. പ്രിയ സഹോദര സഹോദരി, Even riches of his glory also there. അവന്റെ തേജസ്സിന്റെ ധനവുമുണ്ട്. That is, gives inheritance among saints. അത് വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശം തരുന്നു. And that gives or fulfill all our needs in this world. ഈ ലോകത്തിലെ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റുന്നു. That's why in Philippians chapter 4 verse 19 when we read, ആയതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കും. My God shall supply all your need according to his riches in glory by Christ Jesus. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന്റെ തോളം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Be careful for nothing. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. In prayer, in supplication, and in thanksgiving, make it known unto God. പ്രാർത്ഥനയിലും അപേക്ഷയിലും സ്തോത്രത്തിലൂടെയും ദൈവത്തെ അത് അറിയിക്കുവിൻ. His divine power hath given all things pertinent unto life and godliness. അവന് ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും In നൽകപ്പെട്ടിരിക്കുന്നു. this world, we have many needs. ഈ ലോകത്തിൽ പല ആവശ്യങ്ങൾ നമുക്കുണ്ട്. And we are facing many wants in this world. ഈ ലോകത്തിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടുന്നു. But dear child of God, എന്നാൽ പ്രിയ ദൈവത്തിലെ our God having treasures of his glory. നമ്മുടെ ദൈവത്തിന് തന്റെ തേജസ്സിന്റേതായ ഐശ്വര്യമുണ്ട്. And in that, all things pertinent unto life and godliness is there. അതിൽ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയുമുണ്ട്. Time to time, to fulfill, he is faithful. സമയാസമയങ്ങളിൽ തരേണ്ടതിനായി അവൻ വിശ്വസ്തനാണ്. Ask, it shall be given unto you. യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും. Knock, it shall be open unto you. മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. Seek, and ye shall find. അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. Everyone that asketh receiveth. യാചിക്കുന്ന ഏവനെ ലഭിക്കുന്നു. Yes, dear child of God. അതേ പ്രിയ ദൈവത്തിലെ Unto his children he has opened the treasure house of glory. തന്റെ മക്കൾക്ക് വേണ്ടി ആ തേജസ്സിന്റെ ആ നിക്ഷേപം അവൻ തുറന്നിരിക്കുന്നു. And from the treasure of his glory he satisfies all our needs. അവന്റെ തേജസ്സിന്റെ നിക്ഷേപത്തിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിയിരിക്കുന്നു. So in these days, let us start experiencing all this treasure. അതിനാൽ ഈ നിക്ഷേപങ്ങളൊക്കെ ഈ നാളുകളിൽ നമുക്ക് അനുഭവിക്കാം. It is only for you. അത് നിങ്ങൾക്ക് വേണ്ടി It മാത്രമുള്ളത്. is open for you. അത് നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു. Without delay, let us enjoy everything. വൈകാതെ നമുക്ക് എല്ലാം അനുഭവിക്കാം. May the Lord help us all. ദൈവം നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ.